chronology എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഏരിയ ആണ് അല്ലേ. ഒത്തിരി ഇയേഴ്സ് പഠിക്കണം, മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ക്രോണോളജി എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് ഇവന്റ്സ് ദാറ്റ് അഫക്റ്റഡ് ലിറ്റററി ക്രിറ്റിസിസം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് സോൾവ് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ അത്ര ഒന്നും പോണ്ട, ഈ ഒരു ഇവൻറ്റ്സിനെ ക്രോണോളജിക്കലി അങ്ങ് അറേഞ്ച് ചെയ്താൽ മതി. ജെയിംസ് ബോസ്വെൽ, ഓപ്ഷൻ എ ജെയിംസ് ബോസ്വെൽ ഉണ്ട്. ദെൻ ഓപ്ഷൻ ബി എന്താണ്? എഡ്വേർഡ് ഗിബൺ. എഡ്വേർഡ് ഗിബൺ ആണ് ഓപ്ഷൻ ബി. ദെൻ സാമുവൽ ജോൺസൺ അല്ലേ, സാമുവൽ ജോൺസൺ ഉണ്ട്. അതുപോലെ എഡ്മണ്ട് ബർക്ക് ഉണ്ട്. ദെൻ റിച്ചാർഡ് ബ്രിൻസ്ലെ ഷെറിഡൻ അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് തന്നെയാണ്. ഹലോ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ UGC NTA നെറ്റിൻ്റെ ഇംഗ്ലീഷ് പേപ്പറിനകത്ത് ക്രോണോളജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ക്രോണോളജി ബേസ്ഡ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോണോളജി എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഏരിയ ആണ് അല്ലേ. ഒത്തിരി ഇയേഴ്സ് പഠിക്കണം, മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ക്രോണോളജി എന്ന് പറയുന്നത്. ക്രോണോളജിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക? യൂഷ്വലി ഒരു ഓഥറിൻ്റെ വർക്ക്സ് തന്നിട്ട് അതിനകത്ത് ആ വർക്കിൻ്റെ ഒരു ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. ദെൻ അതിനകത്ത് മേജറായിട്ട് എപ്പോഴും ചാൾസ് ഡിക്കൻസ്, തോമസ് ഹാർഡിയൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വർക്ക്സ് തന്നിട്ട് അതിൻ്റെ ഒരു ക്രോണോളജി ചോദിക്കാം. ദെൻ കുറച്ച് റൈറ്റേഴ്സിനെ തന്നിട്ട് അവരുടെ ക്രോണോളജി ചോദിക്കാം. ദെൻ ലിറ്റററി പീരീഡ്സ് തന്നിട്ട് അതിൻ്റെ ക്രോണോളജി ചോദിക്കാം. അപ്പോൾ ഇത്രയും ഇയേഴ്സിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്രോണോളജി എന്ന് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇയർ അറിഞ്ഞിരിക്കണം. പക്ഷേ അതല്ലാണ്ടെയും ഇപ്പോൾ നമുക്ക് എക്സാക്ട് ഇയർ ഒന്നും എല്ലാത്തതും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചൊരു കോമൺ സെൻസിൻ്റെ ബേസിൽ നമുക്ക് ക്രോണോളജി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം, ബട്ട് കുറേയൊക്കെ നമുക്ക് പാറ്റേൺ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിറ്റററി പീരീഡ്സിൻ്റെ ഒരു ഫ്ലോ അറിയാമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരു വർക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഇയർ പഠിക്കണം. അതുപോലെ ഒരു റൈറ്ററിന്, പുതിയൊരു റൈറ്ററിന് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പീരീഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് ക്രോണോളജി ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Arrange the correct chronological sequence of the publication of the following text. ഞാൻ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റുകളെ കുറച്ച് വർക്ക് തന്നിട്ടുണ്ട്, അവയുടെ ക്രോണോളജിയാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വർക്ക് എന്താണ്? സെപ്റ്റംബർ 1, 1939 അല്ലേ. സെപ്റ്റംബർ 1, 1939 ആണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അത് WH ഓർഡറിൻ്റെ ഒരു വർക്കാണ്, 1940 വരുന്നത്. ദെൻ ദ കോളർ ആണ് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ബെപ്പോ നമുക്കറിയാം ബൈറൻ്റെ ഒരു വർക്കാണ് അല്ലേ, ബെപ്പോ. ദെൻ പാരഡൈസ് ലോസ്റ്റ് ഇയർ ഒന്നും നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല, 1667. പാരഡൈസ് ലോസ്റ്റ് ഒക്കെ നമ്മൾ ഇയർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ സീയിങ് തിങ്സ് അല്ലേ, സീമസ് ഹീനിയുടെ ഒരു വർക്കാണ്. ഇനി നമുക്ക് അവരുടെ ഇയേഴ്സ് നോക്കാം. ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 1, 1939 എന്ന് പറയുന്നത് WH ഓർഡറിൻ്റെ വർക്കാണ്. 1940 അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ 1940 ആണ് സെപ്റ്റംബർ 1, 1939 എന്നുള്ള വർക്കിൻ്റെ ഇയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ കംസ് ബെപ്പോ അല്ലേ. ബെപ്പോ ബൈറൻ്റെ ഒരു മറ്റൊരു വർക്കാണ്, 1880 ഈ ബെപ്പോ എന്നുള്ള വർക്ക് യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിനകത്ത് ബൈറൻ്റെ വർക്ക്സ് ഏതാന്നുള്ള രീതിയിൽ ബെപ്പോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ പാരഡൈസ് ലോസ്റ്റ് ഞാൻ പറഞ്ഞു 1667. ഈ ഇയർ ഒന്നും ഒരിക്കലും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. പാരഡൈസ് ലോസ്റ്റ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഇയർ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഇയർ അറിഞ്ഞിരിക്കണം. പാരഡൈസ് ലോസ്റ്റ് 1667 വരുന്നത്. ദെൻ ഓപ്ഷൻ ഇ എന്താണ്? സീയിങ് തിങ്സ് എന്ന് പറയുന്നത് സീമസ് ഹീനിയുടെ വർക്കാണ്, 1991 അല്ലേ. പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ മോഡേൺ റൈറ്ററിൽ വരുന്നതാണ്. അപ്പോൾ സീമസ് ഹീനി 1991. ഇനി ഇതിൻ്റെ ഒരു ക്രോണോളജി നോക്കുമ്പോൾ ഏകദേശം നമുക്കറിയാം 1633 ആയിരിക്കും ഫസ്റ്റ് വർക്ക് വരുന്നത്. അതായതാണ് കോളർ അല്ലേ, കോളറിലാണ് ബി. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. സോ തന്നേക്കുന്ന 4 ഓപ്ഷനിൽ ബി ആയിട്ട് വരുന്നത് 1ഉം 2ഉം, ഈ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി 1667 ഓക്കെ 1633 കോളർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? 7 പാരഡൈസ് ലോസ്റ്റ് ഉണ്ട് അല്ലേ. ഒബ്വിയസ്ലി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. ബി കഴിഞ്ഞു, ഡി. ദെൻ അത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ബൈറൻ്റെ ബെപ്പോ 1880 വരുന്ന ബൈറൻ്റെ ബെപ്പോ. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി. ദെൻ എ ആൻഡ് ഇ സെപ്റ്റംബർ 1, 1939 1940 എഴുതിയിട്ടുള്ളത്. ദെൻ 1991 നമുക്ക് സീമസ് ഹീനിയുടെ സീയിങ് തിങ്സ് എന്നുള്ള വർക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പം ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എയിലാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ, ബി, ഡി, സി, എ അല്ലേ. ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
അപ്പം ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Arrange the following playwrights chronologically in accordance with the years of their birth. അല്ലേ, ബർത്ത് ഓതേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് അവരുടെ ഒരു ക്രൊണോളജിയും കാര്യങ്ങളുമാണ് ചോദിച്ചിട്ടുള്ളത്. അവരുടെ ഇയർ ഓഫ് ബർത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറിയേണ്ടത്. അല്ലേ, ഇന്ത്യൻ റൈറ്റേഴ്സിനെയാണ് തന്നിരിക്കുന്നത്. അല്ലേ, ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ ഇയർ ഓഫ് ബർത്തും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. സോ ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത്? ആസിഫ് കരീംബോയുടെ ഇയർ ഏതാണ്? 1928 ആണ് ഓപ്ഷൻ എ. ദെൻ ഗർചരൻ ദാസിൻ്റെ ബർത്ത് ഇയർ വരുന്നത് 1943 ഗർചരൻ ദാസ്. ദെൻ നിസിം എസിക്കിയലിൽ ഒത്തിരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 1924. ഓക്കെ, 1924 നിസിം എസിക്കിയൽ വരുന്നത്. ദെൻ നമുക്ക് 1940 ജീഫ് പട്ടേലും നിസിം എസിക്കിയലിനെ പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്. 1940 അദ്ദേഹത്തിൻ്റെ ഇയർ. ദെൻ സെറസ് മിസ്ട്രി വരുന്നത് 1954. അപ്പം ഇത്രയും ഇയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഒരു ഇയർ, അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻസ് ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഇയർ പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോണോളജി കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ആൻസർ അറിഞ്ഞിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടും. അല്ലേ, അപ്പോൾ നമ്മൾ ആൻസർ അറിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ഇയർ മെൻഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസിലി ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനും പറ്റും, അതുപോലെ ആൻസർ ചെയ്യാനും പറ്റും. അല്ലേ, അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്താണ് വരുന്നത്? ആൻസർ സി ആണ് ഫസ്റ്റ് വരുന്നത്. അല്ലേ, സി ആണ് നിസിം എസിക്കിയൽ 1924 സി ആണ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ദെൻ സി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് തന്നേക്കുന്ന ഓപ്ഷനിൽ നോക്കുമ്പോൾ സി വെച്ച് തുടങ്ങുന്നത് 3ഉം 4ഉം ആണ്. അല്ലേ, അപ്പോൾ 1ഉം 2ഉം നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? എ ആണ് വരുന്നത്. അല്ലേ, 1928 24 കഴിഞ്ഞിട്ട് 28 ആസിഫ് കരീംബോയ് വരുന്നത്. അപ്പം സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അപ്പം ഇവിടെ സി എ, താഴെയുള്ളത് സി ഇ ആണ്, സി എ ആണ് മൂന്നാമത്തെ ചോദ്യത്തിന് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അല്ലേ, അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി ഡി ജീഫ് പട്ടേൽ. അല്ലേ, 40 24 കഴിഞ്ഞു, 28 കഴിഞ്ഞു. ദെൻ 40 ജീഫ് പട്ടേൽ വരുന്നുണ്ട്, 43 ഗർചരൻ ദാസ് വരുന്നുണ്ട്. ദെൻ ഫൈനലായിട്ട് എങ്ങനെയാണ് 54 മിസ്ട്രി. അല്ലെ, മിസ്ട്രി വരുന്നത് 54. സോ ഒബ്വിയസ്ലി CADBE ഇങ്ങനെ നമുക്ക് തേർഡ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷനായിട്ട് ഈ ഒരു ചോദ്യത്തിൽ വരുന്നത്. ഓക്കെ, തേർഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇയർലി ബേസ്ഡ്, ഇതിപ്പം ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അവരുടെ ഇയേഴ്സും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം 2019 ശേഷം നമ്മുടെ സിലബസിൽ കൃത്യമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. അല്ലേ, ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ ഒരു ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണ്ട് നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനൊക്കെ കൊടുത്ത ഒരു ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചറും പഠിക്കണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഇയർ ഓഫ് ബർത്തിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. തേർഡ് ക്വസ്റ്റ്യന് എന്താ നോക്കാം. What is the correct chronological sequence of the following English non-fictional prose? അല്ലെ, ഇംഗ്ലീഷ് നോൺ ഫിക്ഷണൽ പ്രോസ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് നോൺ ഫിക്ഷണൽ പ്രോസ് റൈറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദെയർ ഇയേഴ്സ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് നോൺ ഫിക്ഷണൽ റൈറ്റേഴ്സിനെ തന്നിട്ടുണ്ട്. അവരുടെ ഇയർ ഓഫ് ബർത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാ? ജോസഫ് എഡിസൺ, ഫ്രാൻസിസ് ബേക്കൺ, ചാൾസ് ലാം, വിർജിനിയ വൂൾഫ്, മാത്യു അർണോൾഡ്. അല്ലേ, ഇങ്ങനെ 5 ഓപ്ഷൻസ് ഉണ്ട്. ഈ 5 ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ 5 പേരും 5 പീരീഡിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവരുടെ ഇയർ അറിയണം എന്നില്ല ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇവരുടെ പീരീഡ് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ആരായിരിക്കും ആദ്യം വരിക, ആരായിരിക്കും ശേഷം വരിക എന്നുള്ളത്. നമ്മൾ എല്ലാ ചോദ്യത്തിലും ഇങ്ങനെ ഇയർ അറിയണമെന്നില്ല, പീരീഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് ഐഡിയ വെച്ചിട്ട് ആൻസർ കിട്ടും. അല്ലേ, ഫസ്റ്റ് ഓപ്ഷൻ എന്താ വരുന്നത്? ജോസഫ് എഡിസൺ. നമുക്കറിയാം ഓഗസ്റ്റൻ പീരീഡിലാണ് വരുന്നത്. ഓഗസ്റ്റൻ പീരീഡിലാണ് ജോസഫ് എഡിസൺ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1672 ആണ്. 1672 ജോസഫ് എഡിസൺ വരുന്നത്. ദെൻ ഫ്രാൻസിസ് ബേക്കൺ. സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ആരെയാണ്? ഫ്രാൻസിസ് ബേക്കൺ. അല്ലെ, ഫ്രാൻസിസ് ബേക്കൺ നമുക്കറിയാം എലിസബത്തൻ പീരീഡിൽ വരുന്നുണ്ട്, ജക്കോബിയൻ പീരീഡിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇയർ വരുന്നത് 1561 ആണ്. അല്ലെ, അപ്പം എലിസബത്തൻ അല്ലെങ്കിൽ ജക്കോബിയൻ പീരീഡിലാണ് ഫ്രാൻസിസ് ബേക്കൺ വരുന്നത്. ദെൻ വി ഹാവ് ചാൾസ് ലാം. നമുക്കറിയാം
സെലിബ്രേറ്റഡ് റൊമാൻറ്റിക് റൈറ്റർ ആണ് അല്ലേ. ചാൾസ് ലാം സെലിബ്രേറ്റഡ് റൊമാൻറ്റിക് റൈറ്റർ ആണ്. അദ്ദേഹത്തിൻ്റെ ഇയർ വരുന്നത് 1775 അപ്പം ഒരു റൊമാൻറ്റിക് റൈറ്റർ ആണ് ചാൾസ് ലാം എന്നുള്ളതാണ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ദെൻ വിർജീനിയ വുൾഫ് വരുന്നുണ്ട്. വിർജീനിയ വുൾഫ് ഒരു മോഡേണിസ്റ്റ് റൈറ്റർ ആണ് അല്ലേ. അവരുടെ ഇയർ വരുന്നത് 1882 അല്ലേ. 1882 ഒരു മോഡേൺ പീരീഡിൽ വരുന്ന റൈറ്ററാണ് വിർജീനിയ വുൾഫ്. അതുപോലെ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത് ആരാണ്? മാത്യു ആർണോൾഡ്. മാത്യു ആർണോൾഡ് നമുക്കറിയാം വിക്ടോറിയൻ പീരീഡിലാണ് വരുന്നത് അല്ലേ. വിക്ടോറിയൻ പീരീഡിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ ഇയർ 1822. ഇപ്പോൾ നമുക്ക് ഏകദേശം പീരീഡ്സ് മനസ്സിലായിട്ടുണ്ട്. ഞാനിവിടെ ഇയർ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പീരീഡ് ബേസിൽ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇയർ അറിഞ്ഞാൽ അത്രയും നല്ല കാര്യം. ഇയർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ് മെത്തേഡ്. പക്ഷേ അല്ലാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും വരിക? ബി ആയിരിക്കും ഡെഫിനറ്റ്ലി. എലിസബത്തൻ ആൻഡ് ജക്കോബിയൻ പീരീഡിൽ വരുന്ന ഫ്രാൻസിസ് ബേക്കൺ, ബി ആയിരിക്കും ഫസ്റ്റ് നമുക്ക് ഓപ്ഷനിൽ വരിക. ഡെഫിനറ്റ്ലി 2 അല്ലേ. 2 മാത്രമാണ് തന്നേക്കുന്ന 4 ഓപ്ഷനിൽ 2 മാത്രമാണ് ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്നാലും നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എലിസബത്തൻ ആൻഡ് ജക്കോബിയൻ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ തന്നേക്കുന്നതിൽ വരുന്നത് ഓഗസ്റ്റൻ പീരീഡാണ്. ഓഗസ്റ്റൻ പീരീഡിൽ നമുക്ക് ഓപ്ഷനിൽ ആരുണ്ടായിരുന്നത്? ജോസഫ് എഡിസൺ. അപ്പോൾ ഡെഫിനറ്റ്ലി സെക്കൻഡ് എന്ന് പറയുന്നത് എ ആണ് അല്ലേ. എ ആയിരിക്കും സെക്കൻഡ്. ദെൻ തേർഡ് വൺ ആരാണ്? സി ആയിരിക്കും വരിക. കാരണം റൊമാൻറ്റിക് പീരീഡിൽ ചാൾസ് ലാം 1775 അല്ലേ. 1775 റൊമാൻറ്റിക് പീരീഡ് വരുന്നുണ്ട്. ദെൻ വിക്ടോറിയൻ പീരീഡ് ആൻഡ് മോഡേണിസ്റ്റ് പീരീഡ്. വിക്ടോറിയൻ പീരീഡിൽ മാത്യു ആർണോൾഡ് 1822. ദെൻ മോഡേണിസ്റ്റ് പീരീഡിൽ വിർജീനിയ വുൾഫാണ് തന്നിട്ടുള്ളത് 1882. അങ്ങനെ BACED എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഒരു പീരീഡ് വൈസ് അല്ലെങ്കിൽ റൈറ്റേഴ്സിനെ തന്നിട്ട് നമുക്ക് ഇയർ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അവരെ നമുക്ക് പീരിയോഡിക്കലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ ഒരു കോമൺ സെൻസിൻ്റെ ബേസിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് നോക്കാം. Arrange the correct chronological sequence of events that affected literary criticism and theory. കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഹിസ്റ്ററിക്കൽ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ അവരെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് അഫക്റ്റഡ് ലിറ്റററി ക്രിറ്റിസിസം എന്നൊക്കെ പറഞ്ഞ് അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് സോൾവ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ അത്ര ഒന്നും പോകണ്ട. ഈ ഒരു ഇവൻറ്റ്സിനെ ക്രോണോളജിക്കലി അങ്ങ് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, സോ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ടു ദ മൂൺ അല്ലേ. മാൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ടു ദ മൂൺ. ദെൻ ബി എന്താണ്? എൻഡ് ഓഫ് ദി വേൾഡ് വാർ സെക്കൻഡ്. എൻഡ് ഓഫ് ദി വേൾഡ് വാർ സെക്കൻഡ്. ദെൻ മാർട്ടിൻ ലൂതർ കിങ്സ് ഐ ഹാവ് എ ഡ്രീം സ്പീച്ച്. ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് വളരെ ഫേമസ് ആണ് അല്ലേ. ഐ ഹാവ് എ ഡ്രീം സ്പീച്ച്. ദെൻ ഡി എന്താണ്? റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷൻ ഡി. ഓക്കെ, ദെൻ ഇ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻറ്റ് ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡിപെൻഡൻസിൻ്റെ ഇയർ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇയേഴ്സ് നമുക്കൊന്ന് നോക്കാം. മാൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ടു ദ മൂൺ ഇയർ എപ്പോഴാണ് വരുന്നത്? 1969. മാൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ടു ദ മൂൺ 1969 എൻഡ് ഓഫ് ദി വേൾഡ് വാർ. എൻഡ് ഓഫ് ദി വേൾഡ് വാർ എന്ന് പറയുമ്പോൾ 45 അല്ലേ. 1945 വേൾഡ് വാർ എൻഡ് ചെയ്യുന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്പീച്ച് അതെപ്പോഴാണ് വരുന്നത്? 1963 അല്ലേ. 1963 ആ ഒരു സ്പീച്ച് വരുന്നത്. ദെൻ റഷ്യൻ റവല്യൂഷൻ ഏകദേശം 1970 കുറച്ച് മുന്നിലായിട്ടാണ് വരുന്നത് അല്ലേ. കുറച്ച് മുന്നിലാണ് റഷ്യൻ റവല്യൂഷൻ വരുന്നത്. ദെൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നമുക്കറിയാം 1947 അല്ലേ. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രോണോളജി എങ്ങനെയായിരിക്കും? ഒബ്വിയസ്ലി ഡി ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ. ഡി ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ തന്നേക്കുന്നതിൽ ഡി വെച്ച് തുടങ്ങുന്നത് 2 എണ്ണമാണ്. ഓപ്ഷൻ 2ഉം അതുപോലെ ഓപ്ഷൻ 4ഉം ഡി വെച്ച് തുടങ്ങുന്നുണ്ട്. ഇനി രണ്ടാമത്തത് എന്തായിരിക്കും? 1917 കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വരുന്നത് 1945 എൻഡ് ഓഫ് ദി വേൾഡ് വാർ സെക്കൻഡ് ആണ് അല്ലേ. 1945 വേൾഡ് വാർ എൻഡ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഡി കഴിഞ്ഞിട്ട് നമുക്ക് ബി ആയിരിക്കും സെക്കൻഡ് ആയിട്ട് വരുന്നത് അല്ലേ. ബി ആയിരിക്കും സെക്കൻഡ് ആയിട്ട് വരുന്നത്. ദെൻ ഇ എന്താണ്? 45 വാർ എൻഡ് ചെയ്യുന്നു. 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടക്കുന്നു അല്ലേ. 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടക്കുന്നു. ദെൻ സിയിൽ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഫേമസ് സ്പീച്ച് അല്ലേ. ഐ ഹാവ് എ ഡ്രീം എന്നുള്ള ഫേമസ് സ്പീച്ച് 63 നടക്കുന്നു. സോ ഒബ്വിയസ്ലി നെക്സ്റ്റ് ഫോർത്ത് ഓപ്ഷനായിട്ട് വരുന്നത് സി ആണ്. ദെൻ ഫൈനലി എ മാൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ് 1969 ആണ് അല്ലേ. ഫിഫ്ത്ത് ഓപ്ഷനായിട്ട് നമുക്ക് ഓപ്ഷൻ എ ആണ് വരുന്നത്. മാൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ടു ദ മൂൺ.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹിസ്റ്ററിക്കൽ ഇവൻറ്റ്സ് തന്നു, അതിൻ്റെ ഇയേഴ്സൊക്കെ നമുക്ക് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ എന്നുള്ളത് നോക്കാം. Arrange the chronological sequence in which the following works were published. അല്ലേ, വീണ്ടും കുറച്ച് വർക്ക്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്രൊണോളജിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമ്മൾ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യണം. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻ എ എന്താണ്? റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻസ് ഇൻ ഫ്രാൻസ്. എഡ്മണ്ട് ബർക്കിൻ്റെ വർക്കാണ് അല്ലേ, റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻസ് ഇൻ ഫ്രാൻസ്. ദെൻ പ്രിഫേസ് ടു ഷേക്സ്പിയർ തന്നിട്ടുണ്ട്. ദെൻ സോഷ്യൽ കോൺട്രാക്ട് തന്നിട്ടുണ്ട് അല്ലേ, റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് തന്നിട്ടുണ്ട്. ദെൻ ട്രീറ്റൈസ് ഓൺ ദ ഹ്യൂമൻ നേച്ചർ ആണ് ഡി ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ദെൻ ഇയിൽ എന്താണ് വരുന്നത്? എൻക്വയറി കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ലാസ്റ്റ് ഓപ്ഷൻ എൻക്വയറി കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ജോൺ ലോക്കിന്റെ വർക്ക് അല്ല കേട്ടോ, അത് വേറെയാണ്. ഇത് എൻക്വയറി കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് അതിൻ്റെ ഇയേഴ്സ് വരുന്നത്? റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻസ് ഇൻ ഫ്രാൻസ് അല്ലേ, 1790 ആ ഒരു വർക്ക് വരുന്നത്. എഡ്മണ്ട് ബർക്കിൻ്റെ വർക്കാണ്. ഫ്രഞ്ച് റെവല്യൂഷന് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻസ് ഇൻ ഫ്രാൻസ്. ഇവിടെ ഇപ്പം 1790 വരുന്നത് അല്ലേ. 1789 നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നു. ഒബ്വിയസ്ലി അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ആ വർക്ക് വരുന്നത് 1790 അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇയർ കണക്ട് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ 1790 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ പ്രിഫേസ് ടു ഷേക്സ്പിയർ, സാമുവൽ ജോൺസന്റെ വർക്കാണ്. പ്രിഫേസ് ടു ഷേക്സ്പിയർ 1765 അല്ലേ, 1765 പ്രിഫേസ് ടു ഷേക്സ്പിയർ എന്നുള്ള വർക്ക് വരുന്നത്. ദെൻ വി ഹാവ് സോഷ്യൽ കോൺട്രാക്ട്, നമ്മുടെ റൂസോയുടെ, ജീൻ ജാക്കോസ് റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ള വർക്ക് വരുന്നത് 1762 ഓക്കെ, 1762. ദെൻ ട്രീറ്റൈസ് ഓൺ ഹ്യൂമൻ നേച്ചർ 1739 to 1740 ഡേവിഡ് ഹ്യൂം എഴുതിയിട്ടുള്ള വർക്കാണ്. ഓപ്ഷൻ ഡി ട്രീറ്റൈസ് ഓൺ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു, എൻക്വയറി കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ഡേവിഡ് ഹ്യൂമിൻ്റെ മറ്റൊരു വർക്കാണ്. 1748 ആ ഒരു വർക്ക് വരുന്നത്. 1748 എൻക്വയറി കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുമ്പോൾ ഏകദേശം എപ്പോഴായിരിക്കും? ഓപ്ഷൻ എന്താണ്? 3 നമുക്ക് കിട്ടുക. എന്തായിരിക്കും? ഫസ്റ്റ് ഡി, ഡേവിഡ് ഹ്യൂമിൻ്റെ 1739 1740 പറഞ്ഞിട്ടുള്ള ട്രീറ്റൈസ് ഓൺ ഹ്യൂമൻ നേച്ചർ എന്നുള്ള വർക്ക് ആദ്യം വരും. ഡെഫിനറ്റ്ലി ഇതാണ് 1. ദെൻ ഈ എന്താണ്? എൻക്വയറി കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് 1748 വന്നിട്ടുള്ള വർക്കാണ്. 1748 ഡേവിഡ് ഹ്യൂമിൻ്റെ മറ്റൊരു വർക്കാണ് എൻക്വയറി കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. അതായിരിക്കും നമുക്ക് ഡെഫിനറ്റ്ലി ഓപ്ഷൻ 2 ആയിട്ട് വരിക അല്ലേ. 39 കഴിഞ്ഞു, അത് കഴിഞ്ഞ് 48. ദെൻ സി ആയിരിക്കും അടുത്തത്, അതായത് 1762 റൂസോയുടെ വർക്ക് ദ സോഷ്യൽ കോൺട്രാക്ട്. ഓക്കെ, സോഷ്യൽ കോൺട്രാക്ട് ആണ് നമുക്ക് തേർഡ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുക. ദെൻ 65 പ്രിഫേസ് ടു ഷേക്സ്പിയർ പബ്ലിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ റിഫ്ലക്ഷൻസ് ഓൺ റെവല്യൂഷൻ ലാസ്റ്റ് വർക്ക് 1790 എഡ്മണ്ട് വർക്ക് പബ്ലിഷ് ചെയ്യുന്നു. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ 3 ആയിരിക്കും. അതായത് DECBA എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രൊണോളജി വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? അറേഞ്ച് ദ ഫോളോയിങ് റൈറ്റേഴ്സ് ക്രൊണോളജിക്കലി ഇൻ അക്കോർഡൻസ് വിത്ത് ദിയർ ഇയർ ഓഫ് ബർത്ത് അല്ലേ. വീണ്ടും ബർത്ത് ഇയറിനെ ബേസ് ചെയ്തിട്ട് ആണ് ചോദ്യം വന്നിട്ടുള്ളത്. ജെയിംസ് ബോസ്വെൽ, ഓപ്ഷൻ എ ജെയിംസ് ബോസ്വെൽ ഉണ്ട്. ദെൻ ഓപ്ഷൻ ബി എന്താണ്? എഡ്വേർഡ് ഗിബൺ ആണ് ഓപ്ഷൻ ബി. ദെൻ സാമുവൽ ജോൺസൺ അല്ലെ, സാമുവൽ ജോൺസൺ ഉണ്ട്. അതുപോലെ എഡ്മണ്ട് ബർക്ക് ഉണ്ട്. ദെൻ റിച്ചാർഡ് ബ്രിൻസ്ലെ ഷെറിഡൻ അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഇയേഴ്സ് നോക്കാം. ഓക്കെ, ജെയിംസ് ബോസ്വെൽ ഏകദേശം 1740 അല്ലേ. ജെയിംസ് ബോസ്വെൽ 1740 എഡ്വേർഡ് ഗിബൺ 1737 സാമുവൽ ജോൺസൺ 1709 സാമുവൽ ജോൺസൺ വരുന്നത്. എഡ്മണ്ട് ബർക്ക് ഒബ്വിയസ്ലി 1729 ദെൻ ഷെറിഡൻ്റെ ഇയർ 1751 അല്ലെ. റിച്ചാർഡ് ബ്രിൻസ്ലെ ഷെറിഡൻ 1751. എന്തായിരിക്കും ആൻസർ വരുന്നത്? സി അല്ലെ, സാമുവൽ ജോൺസൺ 1709 സാമുവൽ ജോൺസൺ. സോ ഡെഫിനറ്റ്ലി സി ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. ദെൻ ഡി അല്ലെ,
17 നോട്ട് കഴിഞ്ഞിട്ട് 1709 കഴിഞ്ഞ് സാമുവൽ ജോൺസൺ കഴിഞ്ഞിട്ട് വരുന്നത് എഡ്മണ്ട് ബർക്കാണ് 1729. അതിനുശേഷം നമുക്ക് 37 എഡ്വേർഡ് ഗിബൺ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 40 ജെയിംസ് ബോസ്വെൽ വരുന്നുണ്ട്. ദെൻ ഫൈനലി വി ഹാവ് റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡൻ 51. സോ ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും? സി, ഡി, ബി, എ ആൻഡ് ഇ അല്ലേ? ഫസ്റ്റ് ഓപ്ഷനാണ് വരുന്നത്. സി, ഡി, ബി, എ ആൻഡ് ഇ. ഇങ്ങനെയായിരിക്കും നമുക്ക് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇയർ ഓഫ് ബർത്തിൻ്റെ ബേസിൽ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഡീൽ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്. ഇയേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ ഇയേഴ്സിന് കണക്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ഈ പീരീഡ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സെയിം പീരീഡിലുള്ള ആളുകൾ വന്നു കഴിയുമ്പം നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് ഇയർ അറിയണം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഇല്ലാതെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഇയർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത് പഠിക്കണം എന്ന് നമ്മൾ, അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മളൊരു ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കോമ്പറ്റേറ്റീവ് ട്രാക്കറിൽ നമ്മൾ 2024 ജൂൺ സൈക്കിളിൽ വരുന്ന NTA നെറ്റിൻ്റെ കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഫ് PG ഓൺ ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് ഇനി നെറ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നെറ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു എയിമിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ട്സും ക്ലാസ്സസും അതിൻ്റെ അസിസ്റ്റൻസും ഒക്കെ വേണ്ടി വരും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്പായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ അപ്രോച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ചാനലിലൂടെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മെറ്റീരിയൽസും അല്ലെങ്കിൽ ഫർദർ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് നെറ്റ് ആസ്പയറിംഗ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ നെറ്റ് ആസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തവണ 2024 നമ്മളത് ക്ലിയർ ചെയ്തെടുക്കണം. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.